ലാൽ സലാം. DSE പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഞെട്ടിച്ച ഈ ഒരു ചിത്രം ഇന്ന് 4-ാം ദിനത്തിലേക്ക് എത്തുകയാണ്. ഞായറാഴ്ച ഗംഭീര പ്രകടനമാണ് സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ച. ട്രാക്കിങ്ങിലൂടെ മാത്രം സിനിമയ്ക്ക് വിറ്റുപോയത് 3,30,000-ത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ്. ബുക്ക് മൈ ഷോയിലും സിനിമ നിറഞ്ഞാടി. 1,50,000 ടിക്കറ്റുകൾക്ക് മുകളിലാണ് ഞായറാഴ്ച മാത്രം വിറ്റുപോയത്. എക്സ്ട്രാ ഷോസ് 200-ന് മുകളിലുണ്ടായിരുന്നു. സിനിമയുടെ കളക്ഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഒപ്പം ലൈക്കും ഷെയറും ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ കമൻസുകളും ഒക്കെയാണ്. എന്തായാലും നമുക്ക് ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ 1,552 ഷോകളാണ് ഫൈനലായിട്ട് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 3,78,056 ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത്. 74% ഒക്യുപ്പൻസിയിൽ 110ഓളം ഹൗസ്ഫുൾ ഷോകളുണ്ടായി എന്ന് ട്രാക്കേഴ്സ് പറയുന്നു. 362ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും 1000-നടുത്തുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസുമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ മുകളിലാണ് 110അല്ല, ഒരു 200-250 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ട്രാക്കിങ്ങിലൂടെ വരുന്ന കണക്കുകൾ പ്രകാരം 5,37,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ, അതായത് ശനിയാഴ്ച വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു തൂത്തുവാരൽ എന്ന് തന്നെ പറയാം ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് സിനിമയുടെ 3-ാം ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള കളക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 5,60,00,000 രൂപ അല്ലെങ്കിൽ 5,70,00,000 രൂപ എന്നുള്ള ആ ഒരു റേഞ്ചിലേക്കാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രമായി 14,27,00,000 രൂപയോളമാണ് സിനിമയുടേതായി നേടിയിരിക്കുന്നത്. ശനിയാഴ്ച 4,69,00,000 രൂപ നേടിയ ചിത്രം 5 കോടിക്ക് മുകളിലായിരുന്നു 2-ാം ദിനം നേടിയത്. ഇന്ന് 6 കോടി ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഏകദേശം അതിനടുത്തെത്തി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് 3 ദിവസങ്ങൾ കൊണ്ടുള്ള പ്രീമിയർ ഷോയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ 15 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തൂക്കിയിരിക്കുന്നു. 15 അല്ല 17 കോടിക്ക് അടുത്താണ് എത്തിയത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. DSE ആദ്യ ദിനത്തെ പ്രീമിയറും എല്ലാ സംഭവങ്ങളും കൂട്ടി 11,63,63 രൂപയോളമാണ് വന്നതെങ്കിൽ 2-ാം ദിനം 14,52,00,000 രൂപയ്ക്ക് മുകളിലാണ് വന്നതായിട്ടാണ് ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ. 2 ദിവസം കൊണ്ട് സിനിമ നേടിയത് 26,22,000 രൂപയായിരുന്നു. ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു ഞായറാഴ്ച നമ്മൾ കാണുന്നത് സിനിമ 40 കോടിയും കടന്ന് ഉള്ള ടെറിഫിക് പെർഫോമൻസ് തന്നെയാണ്. അതായത് ഞായറാഴ്ച ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ആയിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാ സ്ഥലങ്ങളിലും റെഡ് അലേർട്ട് തന്നെയായിരുന്നു. റെഡ് അലേർട്ടും ഹൗസ്ഫുൾ ഷോയും അങ്ങനെ ഞെരിഞ്ഞ് ഉള്ള തിയേറ്ററുകളും നമ്മൾ കണ്ടു. ഇന്നും അഡീഷണലും എക്സ്ട്രാ ഷോസുമായി 200-ന് മുകളിലുള്ള ഷോകൾ, ലേറ്റ് നൈറ്റ് ഷോസുകൾ ആഡ് ചെയ്തു. 2-ാം ദിനം 230ഓളം ഷോകളായിരുന്നുവെങ്കിൽ അമ്മാതിരി കൊടൂര തൂക്കാണ് ഈ ഒരു സിനിമ തൂക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ചയും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് ബുക്ക് മൈ ഷോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 1 കോടിക്ക് മുകളിലുള്ള ആ ഒരു അഡ്വാൻസ് കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണേലും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതൊക്കെ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഞായറാഴ്ച മാത്രമായി ട്രാക്കിങ്ങിലൂടെ വന്നിരുന്നത് ഏകദേശം 3 കോടിയോളമായിരുന്നു എന്നുള്ള റെക്കോർഡ് തുകയായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ ഞെട്ടിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഒരു ഹൊറർ ഫിലിം എങ്ങനെ എത്തിക്കണം എന്നുള്ളത് രാഹുൽ സദാശിവന് നന്നായി അറിയാം. എന്താണേലും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന 3 സിനിമകളും ഒന്നിന് മെച്ചം എന്ന് തന്നെ പറയാം. 4ഓളം സിനിമകൾ വന്നെങ്കിലും റെഡ് റെയിനെക്കുറിച്ച് അധികം ആരും ചർച്ച ചെയ്യപ്പെടാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആ ഒരു ചിത്രം അതും മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ വന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ തുടക്കക്കാരൻ്റെ ആ പരിമിതികളിലുള്ളത് കൊണ്ടായിരിക്കാം. എന്താണേലും ഇനി വരുന്ന രാഹുൽ സദാശിവൻ ചിത്രത്തിന് വേണ്ടി ഇവിടെ നടന്മാരുടെ ഇടിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നല്ല ചിത്രങ്ങൾ നൽകിയാൽ മലയാളി ഏത് റേഞ്ചിൽ കൊണ്ടുപോകും എന്നുള്ളതറിയാം. ഇവിടെ ഫാനും വേണ്ട, ഫാൻ ബേസും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ നല്ല സിനിമയാണെങ്കിൽ അത് ജനങ്ങൾ തൂക്കിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സമീപകാലത്ത് വന്ന മലയാള സിനിമകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ലോക എടുത്തു കഴിഞ്ഞാലും ഇവിടെ DSE എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് എത്രത്തോളം ഫാൻസ് ഉണ്ടെങ്കിലും അവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത ലെവലിലുള്ള ജനങ്ങളുടെ ഇടിയായിരുന്നു തിയേറ്ററിൽ എന്നുള്ളത് പറയാം. അമ്മാതിരി കളക്ഷനുമാണ് സിനിമകൾ തൂക്കിയത്. ഈ ഒരു സിനിമ 100 അല്ല 200 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. DSE 200 കോടി ടച്ച് ചെയ്യട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. എന്തായാലും തിങ്കളാഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സിനിമയ്ക്ക് ഏകദേശം ഒരു 3 കോടിയോളമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിഗംഭീര തിരക്ക്. കാരണം ഇന്ന് മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അതിഗംഭീരമായിട്ട് കുതിച്ചുയരുന്ന ഈ ഒരു ചിത്രത്തിനെക്കുറിച്ച് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇങ്ങനെ ആയിരിക്കണം ഹൊറർ ഫിലിം എടുക്കുക. ഇതുവരെ കണ്ട വെള്ള സാരി ഉടുത്ത പ്രേതങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിൽ ഭീകരത, ഭീതിയുടെ നിഴലാട്ടം
തിമിർക്കുകയായിരുന്നു തിയേറ്ററിൽ 2 മണിക്കൂറിൽ താഴെ. 3-3.5 മണിക്കൂറെടുത്ത് വെറുപ്പിക്കുന്നതിനേക്കാൾ നല്ല 1-1.5 മണിക്കൂറിനകത്തിൽ തീർത്ത് വിട്ട് നല്ല നീറ്റ് ക്രിസ്പി ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുക്കുന്ന ചിത്രങ്ങളാണ്. എന്താണേലും ഈ ഒരു സിനിമ എല്ലാം കൊണ്ടും ആ റേഞ്ചിലേക്ക് പോകുന്നു. ഏകദേശം 4500-ന് മുകളിലുള്ള ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 8,70,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പറയുന്നു. അതായത് 10 ലക്ഷം ടിക്കറ്റുകൾക്ക് മുകളിൽ ശരിക്കും വിറ്റുപോയിരിക്കുന്നു എന്ന് തന്നെ പറയാം. സോ ഓവറോൾ ഒക്യുപ്പൻസി സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 65%. 286-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. സിനിമയ്ക്ക് നോർത്ത് അമേരിക്കയിൽ നിന്ന് $250K നേടാൻ അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ആ ഒരു സംഭവം 250Kക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യ ദിനം $85K നിന്നുള്ള വമ്പൻ കുതിപ്പ് എന്ന് തന്നെ പറയാം. എന്താണേലും സിനിമ ഞെട്ടിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്താണെങ്കിൽ ഫിയർ വിന്നിങ് ബിഗ് എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.